ഹലോ. അപ്പം നമ്മളെവിടെയാണ്? നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നേക്കുന്നത് കേട്ടോ. കാല് പൊള്ളിയിട്ട് ഒരാൾ ഓടണ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ വർഷം വന്നതാണ് കേട്ടോ. പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഇപ്പോൾ ഡിസംബറിൽ വന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ വരാൻ പറ്റിയില്ല. അങ്ങനെ ഏട്ടൻ പറഞ്ഞു മോളും ഞാനും നമുക്ക് കൂടി പോയിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ മോളും എൻ്റെ ചേച്ചിയുടെ മോളും കൂടി പോയി കേട്ടോ. സാധാരണ അച്ഛനായിട്ട് വരാറുണ്ട്, ഏട്ടനില്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ട് വരാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം അച്ഛനും അമ്മയില്ല, ഞങ്ങൾ മാത്രം. ഞങ്ങൾ മൂന്നാളും കൂടി. ഞാൻ ആദ്യമായിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ മക്കൾ വലുതായപ്പോൾ മക്കളും കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കും വേണ്ട അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഏട്ടൻ്റെ അറ്റ നിർബന്ധമായിരുന്നു, ഏട്ടൻ പോയിട്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ പോകുന്നതാ കേട്ടോ. അത് രസമായിരുന്നു. ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ബസ്സിന് തന്നെ പോയത്. ഓട്ടോറിക്ഷ വിളിച്ചാലും നമ്മൾ കാർ എടുത്ത് ഒരാൾ ഡ്രൈവർ വെച്ചാലും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അവർ നമുക്ക് ഇതേപോലെ എൻജോയ് ചെയ്ത് നടക്കാനോ പിന്നെ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ക്യൂ നിൽക്കുമ്പോൾ ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇഷ്ടത്തിന് ഞങ്ങൾ അവിടെ നടന്ന് കുറേ സമയം എടുത്തിട്ടേക്ക് വന്നിട്ട്. അയ്യോ, ദേവീനൊക്കെ ശരിക്കും കണ്ടു, കണ്ണ് നിറച്ച് കണ്ടു, നല്ല പോലെ കണ്ടു. എന്ന് വെച്ചാൽ തിരക്കധികം ഉണ്ടായിരുന്നില്ല. നല്ല ദിവസം തന്നെ ഏട്ടൻ പോകാൻ പറഞ്ഞ ദിവസം. പിന്നെ എന്നിട്ടാ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് മോളുടെ കൈയൊക്കെ നോക്കിച്ചിട്ടാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം എന്താ പറയുക, അവിടെ കൈനാട്ട വല്യമ്മ ഉണ്ടായിരുന്നു, വല്യമ്മ എടുത്ത് കയറി കൈയൊക്കെ നോക്കിച്ചു. പ്രതിഫലം വെച്ച് മോടെ കൈ കാണി നിങ്ങൾ അതുകൊണ്ട് വാരിക്കോരി വന്നില്ല. 1-ാം തീയതി ചൊവ്വാഴ്ച നമ്മളെന്തോരം കളയുന്നു. ഞാൻ 100 തരുള്ളൂ. അപ്പം ആ 100 കൂടെ 200 തരാം. പക്ഷെ പറയണം മൊത്തം. ആയിക്കോട്ടെ, പറയണം ഒരെണ്ണം മോളെടുത്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കൈനോട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്നദാനത്തിന് പോയത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇതേ ഒരു മാലൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അത് ഏട്ടൻ്റെ ഒറ്റ നിർബന്ധമാണ് കേട്ടോ. ഏട്ടൻ പോകുമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ആരും കണ്ട് പോയതാണ് കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ മക്കളും കൂടി എൻജോയ് ചെയ്തു. അങ്ങനെ ഈ മാലയൊക്കെ വാങ്ങിച്ച് പോന്നു കേട്ടോ. നല്ല മാലയായിരുന്നു. പിന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കേ.